മലയാളി ഡ്രൈവർ ബംഗളൂരുവിൽ കുത്തേറ്റ് മരിച്ചു. നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസ് ആണ് മരിച്ചത്. അക്രമിക്കായി തെരച്ചിൽ ഊർജിതം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കാളിദാസ്, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഏലിയാസ് എന്ന് പറയുന്നയാൾ ട്രക്ക് ഡ്രൈവറാണ്. അയാൾ കൃഷ്ണഗിരിക്ക് അടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൃഷ്ണഗിരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. അത് ബാംഗ്ലൂർ ബോർഡർ കൂടി ആയിട്ട് വരും, ഈ കർണാടക ബോർഡർ കൂടി ആയിട്ട് വരും. അവിടെ വെച്ചിട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. രാത്രി ഈ വാഹനവുമായി വരുന്ന ഏലിയാസ് ചായ കുടിക്കാനായി അവിടെ അടുത്തൊരു കടയിൽ നിർത്തുന്നു. അതിനുശേഷം അവിടെ ബൈക്കിലെത്തിയ ഒരാളുമായി അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നെഞ്ചിലാണ് ഇയാളുടെ കുത്തേറ്റിരിക്കുന്നത്. അതിനുശേഷം ഈ 2 മണിക്ക് സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതായത് അവിടെ അടുത്തൊരു ശരവണഭവൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇങ്ങനെ കുത്തേറ്റ് ഇയാൾ കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 9 മണിയോടുകൂടിയാണ് ഈ പോലീസ് എത്തി കാര്യങ്ങളൊക്കെ അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും അക്രമി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തമിഴ്നാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കൃഷ്ണഗിരിയിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൃതദേഹം. അവിടെ ബന്ധുക്കൾ ആയിട്ടുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. അതുപോലെ തന്നെ സംഭവം നടക്കാനുണ്ടായ കാരണമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ന് തന്നെ കരുതുന്നു. അങ്ങനെ തന്നെയാണോ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്? ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായി എന്നതിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ ഒരു സൂചന ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. പോലീസിനും ഈ അക്രമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ലഭിച്ചിട്ടില്ല. ആരാണ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം അതിൽ ഇപ്പൊ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ മരിച്ച ഏലിയാസിന്റെ ബന്ധു സാജു ഇപ്പോൾ കൃഷ്ണഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാജു, വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ്. എത്തരത്തിലാണ് ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അന്വേഷണം, ബന്ധു എന്ന നിലയ്ക്ക് അന്വേഷണം എത്തരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് തരാനാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്? അന്വേഷണത്തിനെ കുറിച്ചിട്ട് യാതൊന്നും ഇവിടുത്തെ പോലീസുകാർ നമ്മുടെ അടുത്ത് പറയുന്നില്ല. ബൈക്കിന് വന്നിട്ട് 2 പേര് വന്നിട്ട് കുത്തി എന്നുള്ളത് മാത്രമേ അറിയാവൂ. അത് ഏതോ CC ക്യാമറയിൽ കണ്ടത് മാത്രമാണത്. ആര് കുത്തിയെന്നോ എന്തിനു കുത്തിയെന്നോ ഒന്നും അറിയില്ല. അവര് CC ക്യാമറയുടെ ഇത് വെച്ചിട്ട് അന്വേഷിക്കുന്നു എന്ന് മാത്രമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ, കൃഷ്ണഗിരി മെഡിക്കൽ കോളേജിലാണ് ഓൾറെഡി ഉള്ളത്. ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ മൃതദേഹം എപ്പോഴത്തേക്ക് വിട്ടു നൽകാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്? എപ്പോഴത്തേക്കാണ് മറ്റ് ചടങ്ങുകളെല്ലാം എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സജുവിന് തരാനാകുമോ? 1 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് ബോഡി വിട്ട് കിട്ടും. ഇവിടുന്ന് ആംബുലൻസിൽ അവിടെ എത്തുമ്പോഴത്തേക്കും 6-7 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഒരു 12 മണിക്ക് വന്നു കഴിഞ്ഞാലും വൈകിട്ട് 7 മണിയൊക്കെ തന്നെയും ആവും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. നാളത്തേക്കാണ് ഞങ്ങൾ പള്ളിയിലെ ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും സാജു, വളരെയധികം നന്ദി. വളരെ സങ്കടകരമായൊരു വാർത്ത തന്നെയാണ്. ഇത്തരത്തിൽ ബംഗളൂരുവിൽ മലയാളി ഡ്രൈവർ കുത്തേറ്റ് മരിച്ചിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസ് ആണ് മരിച്ചത്. എന്തായാലും അന്വേഷണം തീർച്ചയായും പുരോഗമിക്കുന്നുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്ന് തന്നെയാണ് ബന്ധുവായ സാജുവും അറിയിക്കുന്നത്.